ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുചേല ശില്പം ഒരുങ്ങി. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ മഞ്ജുലാൽ തറയിൽ ഗരുഡശില്പത്തിന് സമീപത്തായി സ്ഥാപിക്കുന്ന കുചേല ശില്പം നാളെ അനാച്ഛാദനം ചെയ്യും. ഗരുഡശില്പം ഒരുക്കിയ ശില്പി ഉണ്ണി കാനായിയുടെ പണിപ്പുരയിലാണ് കുചേല ശില്പവും ഒരുങ്ങിയത്. കാലപ്പഴക്കത്താൽ നശിച്ച ഗരുഡശില്പം വെങ്കലത്തിൽ നിർമ്മിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ വേണു കുന്നുംപള്ളിയാണ് നശിച്ചുപോയ കുചേല ശില്പവും ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടി പുനർനിർമ്മിക്കുന്നത്. കുചേല ദിനമായ നാളെ രാവിലെ 9 മണിക്ക് കുചേല ശില്പം വേണു കുന്നുംപള്ളി തന്നെ മഞ്ജുളത്തറയിൽ അനാച്ഛാദനം ചെയ്യും. കരിങ്കൽ മാതൃകയിൽ 6 അടി ഉയരമുള്ള കുചേല ശില്പം 304 സ്റ്റീലിൽ കാലങ്ങളോളം നിലനിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഞ്ജുലാൽ തറയിൽ പഴയ സിമന്റിൽ തീർത്ത ഗരുഡ ശില്പം കാലപ്പഴക്കത്താൽ നശിച്ചപ്പോൾ അത് പുതുക്കി വെങ്കലത്തിൽ നിർമ്മിച്ചത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ആ ആൽത്തറയിലുണ്ടായിരുന്ന കുചേല ശില്പം പഴയ ജീർണിച്ച അവസ്ഥയിലുണ്ടായ കുചേല ശില്പം അവിടെ നിന്ന് നീക്കം ചെയ്ത് അതേ സ്ഥലത്തേക്കാണ് ഈ പുതിയ കുചേല ശില്പം ഒരുക്കുന്നത്. ഭക്തരുടെ നിരന്തര ആവശ്യപ്രകാരം ആണ് ഈ ഒരു ശില്പത്തിന്റെ എന്താ പറയുക ഈ നിർമ്മാണം ഈ രീതിയിൽ എത്താൻ സഹായിച്ചത്. ദേവസ്വം ബോർഡും അതുപോലെ വേണു കുന്നുംപള്ളി പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ വേണു കുന്നുംപള്ളിയുടെ സഹായത്തോടെയാണ് ഈ ശില്പം പൂർത്തിയാക്കുന്നത്. അതുപോലെ ഉണ്ണി പാവർട്ടി എന്ന ഒരു സുഹൃത്തും ഇതിന്റെ സഹായത്തിന് കൂടെയുണ്ട്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ ആലിൻ ചുവട്ടിൽ കയ്യിൽ ഓലക്കുടയും വടിയും എടുത്ത് വലത് കൈ ഇടനെഞ്ചിൽ വെച്ച് അരയിൽ അവൽ പൊതിയുമായി ക്ഷേത്രനടയിലേക്ക് ഭക്തിയോടെ നോക്കുന്ന രീതിയിലാണ് ശില്പം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 2 മാസം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത്. സഹായികളായി സുരേഷ് അമ്മാനപ്പാറ, വിനേഷ് കോയിക്കീൽ, ഷൈജിത്ത് EP, ബാലൻ പാച്ചേനി, രതീഷ് വിറകൻ, അർജുൻ കാനായി എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചോട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.